ഡോക്ടർ എം.എൻ. കാരശ്ശേരിയെ വീട്ടിലെത്തി സന്ദർശിച്ച് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 1 മണിക്കൂറോളം നീണ്ട സന്ദർശനത്തിൽ കാർഷിക സാംസ്കാരിക മേഖലകളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. എം.എൻ. കാരശ്ശേരി നൽകിയ വിലപ്പെട്ട ഉപദേശങ്ങൾ കൃഷിവകുപ്പിനും തനിക്കും മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ എം.എൻ. കാരശ്ശേരിയെയാണ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് വീട്ടിലെത്തി സന്ദർശിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കാരശ്ശേരിയുടെ വീട്ടിലെത്തിയ മന്ത്രി 1 മണിക്കൂറോളം അദ്ദേഹത്തോടും കുടുംബാംഗങ്ങളോടുമൊപ്പം ചെലവഴിച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, കാർഷിക വിഷയങ്ങൾ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇരുവരും തമ്മിൽ ഏറെ നാളായുള്ള സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. സൗഹൃദ സംഭാഷണത്തിനിടയിൽ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള സുപ്രധാനമായ ചില വിവരങ്ങളും മന്ത്രി പങ്കുവച്ചു. സർക്കാരിൻ്റെ വിവിധ ലാബുകളിൽ 1258 പച്ചക്കറി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ 51 ഇനങ്ങളിൽ ക്രമാതീതമായി വിഷവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വിഷരഹിത കൃഷിയുടെ വ്യാപനത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. എം.എൻ. കാരശ്ശേരിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം കൃഷിക്കായി ഉപയോഗിക്കാനുള്ള സന്നദ്ധത മന്ത്രിയോട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്കിടെ എം.എൻ. കാരശ്ശേരി നൽകിയ വിലപ്പെട്ട ഉപദേശങ്ങൾ കൃഷിവകുപ്പിനും തനിക്കും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. വ്യക്തിപരമായി ഏറെ അടുപ്പവും ബന്ധവുമുള്ള പ്രിയപ്പെട്ട മാഷെ കാണുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്തും അതിനുശേഷവും ഔദ്യോഗികമായിട്ടുള്ള പല പരിപാടികളിൽ, വിശിഷ്യ സാംസ്കാരിക പരിപാടികളിലൊക്കെ ഞങ്ങൾ ക്ഷണിച്ച സമയത്തൊക്കെ വരികയും ഞങ്ങൾക്ക് വിമർശനാത്മകമായി ആ വിമർശനത്തിലൊരു സത്യസന്ധതയുടെ മൂല്യത്തിൻ്റെ അംശം കൃത്യതയോടുകൂടി പകർന്നു തന്ന് ഞങ്ങൾക്കൊക്കെ വഴി കാണിക്കാൻ നേതൃത്വം കൊടുത്തൊരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ കാണുക എന്നുള്ളത് വളരെ സംതൃപ്തിയുള്ള അനുഭവമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ വന്നത്. എന്നോട് മാഷ് പറഞ്ഞത് 27 സെൻറ്റ് സ്ഥലം ആണ് മാഷിക്കുള്ളതെന്നാണ്. ആ ഉള്ളതിൽ ഒരു ചെറിയ ഭാഗം ഞാൻ കൃഷി ഓഫീസറെ ഇങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. കൃഷി ഓഫീസർ വന്ന് മാഷുമായിട്ട് ചർച്ച നടത്തി ഒരു ചെറിയൊരു ഒരു കൃഷി അതുകൂടെ ഇവിടെ ആരംഭിക്കാനുള്ള സന്നദ്ധത മാഷ് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഉപദേശങ്ങൾ തന്നു. ആ ഉപദേശങ്ങൾ കനപ്പെട്ടതാണ്. മുമ്പോട്ടുള്ളതായിരിക്കുന്ന പ്രയാണത്തിൽ നല്ല ആത്മവിശ്വാസം നൽകുന്ന, വഴി കാണിക്കുന്നതായ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് കൃഷി വകുപ്പിനും മന്ത്രി എന്ന രീതിയിൽ എനിക്കും ഏറ്റവും ഗുണപരമായിട്ടുള്ള ഉപദേശങ്ങളാണ്. അതുകൊണ്ട് ഈ സന്ദർശനം വളരെയധികം ഫ്രൂട്ട്ഫുള്ളായി. മന്ത്രിയുടെ സന്ദർശനത്തിലും അദ്ദേഹത്തിൻ്റെ പുതിയ കാർഷിക പദ്ധതികളിലും വലിയ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ എം.എൻ. കാരശ്ശേരി പറഞ്ഞു. കുട്ടികളെ പാഠ്യപദ്ധതിയിലൂടെ കൃഷി പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും കർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനെക്കുറിച്ചുമുള്ള മന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടി സിദ്ദിഖ് തൻ്റെ പഴയ സുഹൃത്താണ്. നിരവധി വേദികളിലും യാത്രകളിലും അദ്ദേഹം തൻ്റെ കൂടെയുണ്ടായിരുന്നു. കൃഷിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്ക് വലിയ കൗതുകം തോന്നി. കുട്ടികളെ പാഠ്യപദ്ധതിയിലൂടെ കൃഷി പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും കൃഷി ചെയ്യുന്നവരെ സഹായിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം മന്ത്രി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും എം.എൻ. കാരശ്ശേരി പറഞ്ഞു. ടി സിദ്ദിഖ് എൻ്റെ പഴയ സുഹൃത്താണ്. പല പരിപാടികളിൽ ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുകയും യാത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വന്ന് കണ്ടപ്പോൾ കൃഷിയെപ്പറ്റി സംസാരിച്ചതൊക്കെ എനിക്ക് വലിയ കൗതുകമായി. എന്താ വെച്ചാൽ കുട്ടികളെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അവരുടെ സ്കൂളിൽ അവരുടെ പാഠ്യേതര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, അതുപോലെ വ്യക്തികളെ തന്നെ സഹായിക്കുന്ന മട്ടിലും അതിന് പ്രചോദനം കൊടുക്കുന്ന മട്ടിലും കൃഷിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് സിദ്ദീഖിനെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട്. ഞാൻ സിദ്ദീഖിനോട് പറഞ്ഞത്, സിദ്ദീഖിൻ്റെ കാലത്ത് കേരളത്തിലെ കൃഷിക്ക് ഒരു പുതിയ ഉണർവുണ്ടായി എന്ന് പറയാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകണം എന്ന്. പരസ്പരം സ്നേഹവും ഉപദേശവും പങ്കുവച്ചും കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് പുതിയ ദിശാബോധം ഉറപ്പു നൽകിയുമാണ് മന്ത്രി ടി സിദ്ദിഖ് മടങ്ങിയത്. മന്ത്രിയോടൊപ്പം DCC ജനറൽ സെക്രട്ടറി MT അഷ്റഫ്, കാരശ്ശേരി മണ്ഡലം സെക്രട്ടറി KC അഷ്റഫ്, ജുനൈദ് പാണ്ടികശാല എന്നിവരും ഉണ്ടായിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.